ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്ലേറ്റ് ആണ് കേട്ടോ. ഇത് സാധാരണ സ്ലേറ്റ് അല്ല, ഇത് മാജിക് സ്ലേറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ എഴുതി പഠിക്കുന്ന സ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പെൻസിലുണ്ട്. ആ പെൻസിലും കൊണ്ട് നമ്മൾ എഴുതിയ സ്ലേറ്റ് എഴുതിയിട്ടൊക്കെ ആയിരുന്നു അത് തുടച്ചൊക്കെ കളഞ്ഞ് അങ്ങനെയാണ് വീണ്ടും വീണ്ടും എഴുതുന്നത്. ഈ സ്ലേറ്റിന് എന്നാൽ ഇതിൽ തന്നെ ഒരു പെൻസിലുണ്ട് കേട്ടോ. ഈ പെൻസിൽ വെച്ച് എഴുതുക, എന്നിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ അത് മാഞ്ഞു പോകും, നമ്മുടെ കയ്യിലൊന്നും ആകത്തില്ല കേട്ടോ. അപ്പം കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവരുടെ കയ്യിലൊന്നും ആകാതെ അവർക്ക് എന്ത് വേണേലും എഴുതി പഠിക്കാം. എന്നിട്ട് ഈ ബട്ടൺ ഞെക്കിയത് മായ്ച്ച് കളയാവുന്നതുമാണ്. ഇതിന്റെ ബാക്കിലെ ഒരു സ്വിച്ച് ഉണ്ട്. ആ ഒരു ബട്ടൺ ഇങ്ങനെ ഓഫ് ആക്കി വെച്ചാൽ ഇത് മായ്ക്കാൻ പറ്റത്തില്ല. ഇത് ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഇത് മാഞ്ഞു പോകത്തുള്ളൂ. ഇത് എന്തോ ആ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ബട്ടണും വെച്ചിട്ടുണ്ട് അവർ ആ സ്ലേറ്റില്. അപ്പൊ പിന്നീട് ഇങ്ങനെ എന്തൊക്കെ എഴുതിയെന്ന് പറഞ്ഞാലും നമ്മൾ കൈ കൊണ്ട് തുടച്ചാലും മാഞ്ഞു പോകത്തില്ല, ഈ ബട്ടൺ പ്രസ് ചെയ്താലും ഇത് മാഞ്ഞു പോകത്തില്ല. ബാക്കിലുള്ള ആ ബട്ടൺ ഓൺ ആക്കിയാൽ മാത്രമേ ഇത് മാഞ്ഞു കിട്ടത്തുള്ളൂ. നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ സ്ലേറ്റും കൊണ്ടൊക്കെ എഴുതി പഠിച്ചെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾ ആ സ്ലേറ്റിലോട്ടല്ല തിരിയുന്നത്. ഇപ്പൊ അവർക്ക് ബുക്കും പേപ്പറും ഒക്കെയാണ് വേണ്ടി. എപ്പോഴും പെൻസിലോ പേനയോ എടുത്ത് ഇങ്ങനെ വരച്ചിരിക്കും. ആ ബുക്കേലേത് അത് കഴിഞ്ഞിട്ട് അടുത്ത പേപ്പർ എടുക്കും. ഇങ്ങനെ പേപ്പറും ബുക്കും തീരുമെന്നല്ലാതെ അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ അവർക്കത് വിനിയോഗിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഇതുപോലൊരു സ്ലേറ്റ് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ അവർക്കിതിലൊക്കെ എന്ത് വേണേലും എഴുതി പഠിക്കാം. ഇത് മായ്ച്ച് കളയുകയും ചെയ്യാം. എത്ര ആയാലും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിൻ്റെ അനുസരിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടും കേട്ടോ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ. അപ്പം നിങ്ങളിത് കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുക. അപ്പം ഞാൻ മോളുടെ അടുത്ത് പോയ സമയത്ത് ഇതുപോലെ കുഞ്ഞിനെ പടം വരച്ചൊക്കെ ഇങ്ങനെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ട് കുഞ്ഞും ഇങ്ങനെ വരച്ചൊക്കെ നോക്കും. അപ്പൊ ഈ സ്ലേറ്റിലായതുകൊണ്ട് പിള്ളേർ എത്ര നേരം എന്ത് വേണേലും വരച്ചു നോക്കിയാലും സ്ലേറ്റിലായതുകൊണ്ട് നമുക്ക് എളുപ്പം മായ്ച്ച് കളയുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന നിങ്ങൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും എന്താണെന്നുള്ളത് അല്ലേ. ഇത്രയും ഭാഗം വന്നപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് ഞാനൊരു 611 എന്നുള്ള ഒരു സംഖ്യ വെച്ചാണ് ഈ ഒരു പടം വരയ്ക്കുന്നത്. ഇതിന്റെ മുകളിലൊരു വലിയൊരു വൃത്തം കൂടി ഇട്ടു, അപ്പം തന്നെ ഒരു ഓ ഇട്ടു. അപ്പൊ തന്നെ ഇത് ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പൂച്ചയാണ് വരയ്ക്കുന്നത് കേട്ടോ. നമുക്ക് എന്ത് വേണേലും നമ്മുടെ അക്ഷരമാല കൊണ്ട് ഇങ്ങനെ മൃഗങ്ങളെയും കിളികളെയും ഒക്കെ നമുക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. അല്പം ഒന്ന് ശ്രമിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ പൂച്ചയാണ് വരയ്ക്കുന്നത്. വെറും 611 എന്നുള്ള ഒരു സംഖ്യ വെച്ചാണ് ഈ വരയ്ക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വല്ലതും വരച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കാം കേട്ടോ. അവർക്ക് താല്പര്യമാവും, അവർക്കും വരയോടൊക്കെ ഉള്ളൊരു പ്രിയം വരികയും ചെയ്യും കേട്ടോ. അപ്പം വലിയ വരയോട് വലിയ പ്രിയം വേണമെന്നൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ച് നോക്കാൻ. നമ്മൾ ചുമ്മാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കുന്ന വഴിക്ക് ചിലപ്പോൾ ഇങ്ങനെ കാണാം, നമ്മൾ വരച്ചൊരു കുറച്ചൊക്കെ ആകുമ്പോൾ വല്ല മൃഗങ്ങളുടെയും വല്ല കിളികളുടെയും ഒക്കെ രൂപം വരും. വീണ്ടും ഒന്നുകൂടെ വരച്ച് നോക്കാമെങ്കിൽ നല്ലൊരു കിളിയെയും മൃഗത്തിനെയും ഒക്കെ വരയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഞാൻ വെറുതെ ഒരു പൂച്ചയാണ് വരയ്ക്കുന്നത് കണ്ടോ. വലിയ ഭംഗിയൊന്നും ആയിട്ടില്ലെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനൊക്കെ ഇത്രയൊക്കെ മതി കേട്ടോ. ഈ ഒരു രൂപമൊക്കെ ആയി കഴിയുമ്പോഴേ പിള്ളേർക്കൊക്കെ താല്പര്യം തോന്നും. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ വല്ലതും കിട്ടുമോ എന്നുള്ളത്. എന്നിട്ട് നിങ്ങളും കൊച്ചു പിള്ളേർക്കൊക്കെ ഇതുപോലെ വാങ്ങിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഞാൻ ഈ പൂച്ചയുടെ വാല് വന്നപ്പോൾ വലിയ ഭംഗിയൊന്നും ആയിട്ടില്ല, ഞാൻ രാത്രിയിലാണ് ഇത് വരയ്ക്കുന്നത്. അപ്പം വരയ്ക്കാൻ എടുത്തപ്പോൾ ഞാൻ ഓർത്തു നിങ്ങളെ കൂടെ ഇതൊന്ന് കാണിച്ചേക്കാം, ചിലർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ. സ്ലേറ്റ് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുവാണല്ലേ എന്നുള്ളതാണ് കണ്ടത്. ഒരു കയ്യിൽ എൻ്റെ ഫോണും ഒരു കൈയും കൊണ്ട് ഞാൻ വരയ്ക്കുകയും കൂടെ ആയിരുന്നു. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.